അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അറഫ ദിവസങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ വീടുകളിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യവും മാറില്ല, റഹ്മത്തിൻ്റെ മലക്കും ഇറങ്ങില്ല. വളരെ പുണ്യമേറിയ ഒരു ദിവസമാണ് ഇത്. ഈ ഒരു ദുൽഹിജ്ജ എന്ന് പറയുന്നത് റമദാനിൽ നമുക്ക് ലാസ്റ്റത്തെ 10 ഇല്ലേ, അതുപോലെ തന്നെ വളരെ ബഹുമാനപ്പെട്ട ദിവസങ്ങളാണല്ലോ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസം. എല്ലാവരും ദിക്റിലും ദുആയിലൊക്കെ മുഴുങ്ങി നിൽക്കുക. അതുപോലെ പാവങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുക. ആരോടെങ്കിലും പിണക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർത്ത് പിണക്കങ്ങളൊക്കെ മാറ്റുക. ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റണം. കാരണം നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കാനും നമുക്ക് എല്ലാത്തിനും നല്ലത് പിണക്കങ്ങളൊക്കെ മാറ്റുന്നതാണ്. അല്ലാണ്ട് അവരുമായിട്ട് ഒരു പിണങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ദുആനും സ്വീകരിക്കാൻ ചാൻസ് ഇല്ല. തെറ്റുകളൊന്നും ചെയ്യാണ്ട് ഇബാദത്തുകളൊക്കെ എടുത്ത് എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. നമ്മുടെ വീടുകളിൽ നമ്മൾ റമദാനിന് മുന്നേ നമ്മളൊരു നനച്ചുള്ളി കഴിക്കുമല്ലോ, അതുപോലെ എത്ര പേര് നമുക്ക് റമദാനെ പോലെ തന്നെ പ്രിയപ്പെട്ട ഒരു മാസമാണ് ഇത്. അതുപോലെ റമദാനിലുള്ള ലാസ്റ്റ് 27 വരുമ്പോലെയുള്ള ഒരു ദിവസമാണ് അറഫ 9, 8 എന്നൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കി ദുൽഹിജ്ജ മാസം വരുമ്പോൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുമ്പോൾ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർ എത്രയുണ്ട്. ഇനിയും നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ ഇനിയും നമുക്ക് ഇന്ന് ഒരു ദിവസമുണ്ട്. നാളെ 8, മറ്റന്നാൾ 9 നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ എടുക്കുകയും നോമ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസങ്ങളാണല്ലോ. ഇനിയും നിങ്ങൾ വീടൊന്നും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിക്കോളി. റഹ്മത്തിൻ്റെ മലക്കിറങ്ങുമ്പോൾ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഒരാൾ വരുമ്പോൾ മുഷിഞ്ഞ മണം, അതുപോലെ വൃത്തിയില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീടിന് ഒരു സുഖമുണ്ടാവില്ല. നമ്മൾ വേറൊരു വീട്ടിൽ പോയാലും അതുപോലെ തന്നെയാണ്. വൃത്തിയില്ലെങ്കിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല. അതുപോലെയാണ് നമ്മുടെ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ല സുഗന്ധമുള്ള നല്ല വൃത്തിയുള്ള വീടായിരിക്കണം. എന്നാലേ നമുക്ക് എല്ലാത്തിനും പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ. വീട് ശുദ്ധിയായിരിക്കണം. മാറാലകളൊക്കെ തട്ടണം. മാറാലകൾ തട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ദാരിദ്ര്യം മാറില്ല. ചിലർ മാത്രമുണ്ട് വൃത്തിയിലാക്കുന്നതിൽ കുറച്ച് കളിയുള്ളവർ. ചില വീടുകളൊക്കെ മുഷിഞ്ഞ് കിടക്കുന്നത് കാണാം. നമ്മൾ അതൊക്കെ മാറ്റണം. എന്നാലും ഇപ്പോഴത്തെ കാലത്തിൽ എല്ലാ വീടുകളും നല്ല വൃത്തിയും ഉണ്ട്. വീടും പരിസരവും വൃത്തിയാക്കുന്നതിൻ്റെ കൂടെ അത് മാത്രം പോരാ, നമ്മുടെ കൽബും നമ്മൾ വൃത്തിയാക്കണം. കൽബിൽ നമുക്ക് മോശമായ ചിന്തകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. അതുപോലെ നമ്മളോട് കഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. മനസ്സറിഞ്ഞ് ഈ ഒരു അറഫ ദിവസത്തിൽ നമുക്ക് കാത്തിരിക്കാം. അതുപോലെ മനസ്സറിഞ്ഞ് ഇബാദത്തുകൾ എടുക്കണം, നോമ്പ് നയക്കാം. എല്ലാവരും മനസ്സിൽ നല്ല ഒരിത് വെച്ചിട്ട് നോമ്പൊക്കെ നയക്കാനും ഇബാദത്ത് എടുക്കാനും ശ്രമിക്കുക. ഒരു തെറ്റിലും പെടാതിരിക്കട്ടെ. നമ്മുടെ കൽബിൽ നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞു തീർത്തിട്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ മാറ്റി നല്ല രീതിയിലാവണം. എന്നാലേ നമുക്ക് നോമ്പൊക്കെ നയറ്റാൽ അതിനുള്ള പ്രതിഫലം അള്ളാഹു തരുകയുള്ളൂ. ദേഷ്യവും വൈരാഗ്യവും മനസ്സിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതം നമുക്ക് അടുത്ത അറഫ ദിവസം കിട്ടുമെന്നും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് നാളെ നന്നാവാ ഇന്ന് നന്നാവാ എന്ന് കരുതണ്ട. ഇപ്പം തന്നെ എല്ലാവരും അങ്ങനെ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോളി. നമുക്കിനി ഒരു അവസരം ദേഷ്യമൊക്കെ മാറ്റാൻ അള്ളാഹു തന്നു എന്നും വരില്ല. ആർക്കും ആരുടെയും ഒരു ജീവിതത്തിന് ഗ്യാരണ്ടി ഇല്ല. നമ്മളെപ്പാണ് മരിക്കുക, അള്ളാഹു നമ്മളെ എപ്പാണ് വിളിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റൂല. ഇത്രക്ക് നല്ല പുണ്യ ദിവസങ്ങൾ നമുക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യാനും നമ്മുടെ ആഗ്രഹങ്ങൾ പറയാനും അള്ളാഹു നമുക്ക് തന്നിട്ട് ഇനിയും നിങ്ങൾ മാറിയിട്ടില്ലേ, ഇനി അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് മാറാം, അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് ദുആ ചെയ്യാം, ഇസ്തിഗ്ഫാർ ചൊല്ലാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? അടുത്ത വർഷം നമ്മൾ ഉണ്ടാവും നമുക്കൊരു ഗ്യാരണ്ടിയുമില്ല. നമ്മൾ അഥവാ ഇല്ലെങ്കിലോ? അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വർഷം തന്നെ ഇപ്പം തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്തോളി. എല്ലാവരും നല്ലവരായി എല്ലാ ഇബാദത്തുകളും എടുത്തോളി.
ധാരാളം ദിക്റുകളും ദുആകളും അധികരിപ്പിച്ചോളി. ഫജ്ർ സൂറത്ത് ഒരുപാട് തവണ അധികരിപ്പിക്കണം. നമുക്ക് അള്ളാഹു ഈ ഒരു ദുൽഹിജ്ജയുടെ ഈ ഒരു മാസത്തിലുള്ള എല്ലാ പവിത്രതകളും അള്ളാഹു നമുക്ക് നൽകട്ടെ. അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക.